കുറച്ച് ദിവസം കീത്തു എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. കോയമ്പത്തൂർ അവളെ വീട്ടിലായിട്ട് ഒരാഴ്ചയായിട്ട് അവൾ അങ്ങോട്ട് മാറി നിൽക്കുമായിരുന്നു. തല നോക്കി കൊടുത്ത് എൻ്റെ സ്നേഹം അങ്ങോട്ട് പ്രകടിപ്പിക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ഉച്ചയുറക്കത്തിനൊക്കെ ശേഷം പിള്ളേർ സാധാരണ പോലെ അച്ഛൻ്റെ കൂടെ സവാരി പോവാണ് കേട്ടോ. കുറച്ചും കൂടെ ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിരുന്ന ഒരു സാധനം പാറുവിൻ്റെ നിർബന്ധപ്രകാരം ഞാൻ കാണിക്കുകയാണ്. അടുത്ത മാസം സ്കൂൾ തുറക്കല്ലേ, എന്തായാലും എല്ലാവർക്കും ശമ്പളമൊക്കെ വന്നിരിക്കുന്ന സമയമായിരിക്കണം. അപ്പോൾ എല്ലാവരും മേടിച്ചോളൂ. നല്ല വില കുറവുള്ള 3 ബാഗുകളാണ് കേട്ടോ. ഇതിന് 398 രൂപയാണ്. മെറ്റീരിയൽ ക്വാളിറ്റിയൊക്കെ പക്ക സാധനമാണ് കേട്ടോ. സിബിലാണെങ്കിലും നല്ല രീതിയിൽ, അതായത് 34 ലിറ്റർ വരെ കപ്പാസിറ്റി ഉള്ള ഒരു ബാഗാണ്. കളറും അടിപൊളിയാണ്, ക്വാളിറ്റിയും അടിപൊളിയാണ് കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ പ്രൈസ് കൂടുമെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു പേർപ്പിൾ ബാഗിന് 464 രൂപയായിരുന്നു. ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ ബാഗുകളും ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് റിട്ടേൺ അടിക്കാനുള്ള ഓപ്ഷനും കൂടിയുണ്ട്. ഞാൻ പറയും നിങ്ങൾ മസ്റ്റായിട്ട് മേടിച്ചോളൂ. കാരണം ഷോപ്പിലൊക്കെ 1000, 900, 800 രൂപയിൽ താഴെ ഇതേപോലത്തെ ബാഗ് കിട്ടാൻ നോ ചാൻസ്. അടുത്തത് 398 രൂപയ്ക്ക് മേടിച്ച് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു ബാഗാണ്. 37 ലിറ്ററാണ് ഇതിൽ കൊള്ളുന്നത് കേട്ടോ. ഇതിന് ഒരുപാട് സിബുകൾ വരുന്നുണ്ട്. അതന്നെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതായത് കണ്ടോ, 2 സെക്ഷനിലായിട്ട് വയ്ക്കാം. കുറച്ചാൾ കഴിയുമ്പോൾ കൊടയുടെ ഒക്കെ ഒരു ആവശ്യം എന്തായാലും വരും. കുഞ്ഞി കളറുകളൊക്കെ ഉണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കതൊക്കെ അത്യാവശ്യമായിരുന്നു. അങ്ങനെ ഒരുപാട് സിബുകൾ വരുന്നുണ്ട് 3 ബാഗിലായിട്ട്. ജൂൺ 1-ാം തീയതിക്ക് ഒരു 2 ആഴ്ച മുമ്പ് ആയിട്ട് ഈ ഒരു വീഡിയോ ഇടാനായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു വേഗം ആയിക്കോട്ടെ, കാരണം ഇതിന് പ്രൈസൊക്കെ ഇനി കൂടിയാലോ. അപ്പം എല്ലാ ബാഗുകളും ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന ബാഗ്സ് ഞാൻ ടാഗ് ചെയ്യാം. അടുത്ത വലിയ പരിപാടി മീനെ വെള്ളം മാറ്റുന്നുള്ളതാണ് കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ മീൻ ഇത്രയും നാൾ ജീവിച്ചിരിക്കുന്നത്. കാരണം ഫസ്റ്റ് ടൈമാണ് ഒരു മീനെ ഞാൻ വളർത്തുന്നത്. സാധാരണ നമ്മളെ വീട്ടിൽ മീനൊക്കെ സ്വയം ആത്മഹത്യ ചെയ്യുക സൂചകമായി താഴത്തേക്ക് ചാടി മരിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ എന്താണെന്നറിയില്ല, ഇവൻ ഈ അക്കൂറിയത്തിൽ ഭയങ്കര സേഫും ഹാപ്പിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.